ഉപയോഗം കഴിഞ്ഞാൽ മാറ്റി നിർത്തപ്പെടുന്ന വേഷങ്ങൾക്ക് ചമയമിടാതിരിക്കുക. ചന്തം കുറവാണെങ്കിലും ചങ്കിൽ സൂക്ഷിക്കുന്നവരുടെ വേഷങ്ങൾക്ക് ചമയമിടുക. മൗനം അത് ചിലപ്പോൾ നമുക്ക് ഒരു മിത്രത്തെ തരില്ലായിരിക്കാം, എന്നാലും ഒരു ശത്രുവിനെ നൽകില്ല. ജീവിതത്തിൽ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ തോൽക്കുന്ന 2 സാഹചര്യങ്ങൾ: 1 നിർഭാഗ്യം, 2 ചതി. കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത സത്യമാണ് സ്നേഹം. പക്ഷേ മനസ്സിനെ വേദനിപ്പിക്കാൻ കാലം തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധവും സ്നേഹമാണ്. കൂടെയുണ്ട് എന്ന വാക്കിലല്ല, കൂടെയുണ്ടെന്ന പ്രവൃത്തിയിലും വിശ്വാസത്തിലുമാണ് ഏതൊരാൾക്കും മറ്റൊരാൾ പ്രിയപ്പെട്ടവർ ആകുന്നത്. തനിച്ചാക്കുന്ന പെണ്ണ് ആരുടെയും ഊഴവുമല്ല, ഉത്തരവാദിത്വവുമല്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടാൽ മതി. കള്ളം പറയുന്നവരുടെ മുന്നിൽ സത്യത്തിനായി കാത്തു നിൽക്കരുത്. സത്യം മറയ്ക്കാനായി അവർ കള്ളം കൊണ്ട് ഒരു കൊട്ടാരം തന്നെ തീർത്തിട്ടുണ്ടാവും. മരണം വരെ കൂടെ വിട്ടുപിരിയാതെ ഏത് പ്രതിസന്ധിയിലും ഒപ്പം ഉണ്ടാവുന്ന ഒന്നുണ്ടെങ്കിൽ അത് സ്വന്തം നിഴൽ മാത്രമായിരിക്കും. കാലം ആരിലേക്കും ആരെയും വെറുതെ കൊണ്ടെത്തിക്കില്ല. എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. ഒന്നിനോടും അമിത താല്പര്യം കാണിക്കാത്തത് കൊണ്ടായിരിക്കാം ദുഃഖങ്ങൾ പലതും വഴിമാറി നിന്നതും മനസ്സിന് ഏറെ സമാധാനമുള്ളതും. ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കാത്തത് കൊണ്ടായിരിക്കാം ഇന്ന് ഈ തല ഉയർന്നു നിൽക്കുന്നത്. പക വീട്ടേണ്ടത് പകരം ചോദിച്ചുകൊണ്ടല്ല, സ്വയം ഉയർത്തെഴുന്നേറ്റ് കൊണ്ടാകണം. കാലം നൽകുന്ന മറുപടിയേക്കാൾ വലുതാകില്ല ഒരു പകരം വീട്ടലും. നമ്മുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന സങ്കടങ്ങളൊക്കെ ചിലർക്ക് വെറും തമാശ മാത്രമായിരിക്കും. ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ അനുഭവിച്ച വേദനയുടെ ആഴം അവർക്ക് മനസ്സിലാകൂ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റൊരാളെ അനുവദിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ മറ്റൊരാളെ ആശ്രയിക്കരുത്. തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ജയിക്കാൻ ഒരൊറ്റ കാരണം മാത്രം: ജയിക്കണമെന്ന നമ്മുടെ ഉറച്ച തീരുമാനം. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക. എപ്പോഴും കൂടെയുള്ളതിനെ ചേർത്തു പിടിക്കുക. വരാനിരിക്കുന്നത് എന്തുമാവട്ടെ, അതിൽ പ്രതീക്ഷ അർപ്പിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായിരിക്കും. ഒത്തിരി ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം ഇറങ്ങിപ്പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അവ അത്രയേറെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നം കണ്ട് തളരരുത്. ആർക്കറിയാം, ഈ പ്രശ്നത്തിനുള്ളിൽ ഒരു വലിയ തുടക്കം മറഞ്ഞിരിക്കാമെന്നത്. വേദന വലുതാണെങ്കിൽ വിജയവും വലുതായിരിക്കും. തൊട്ടാവാടി നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. എത്ര പ്രാവശ്യം തളർന്നു പോയാലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വീണ്ടും കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കും. അതുപോലെയാകണം നമ്മളും. തളർന്നു പോകുന്നതല്ല പരാജയം, വീണ്ടെടുക്കാതിരിക്കുന്നതാണ് പരാജയം. മുറിവേൽപ്പിച്ച ഓർമ്മകളെ കാത്തു സൂക്ഷിക്കണം. അതോർത്ത് വീണ്ടും കരയാനല്ല, മുന്നോട്ടുള്ള യാത്രയിൽ ഒരിക്കൽ കൂടി തോൽക്കപ്പെടാതിരിക്കാൻ. കള്ളം പറയാനും നല്ലതുപോലെ അഭിനയിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേയുള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മെ ഉപേക്ഷിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മനോഹരമായ മറുപടി ഇതായിരുന്നു: ഏറ്റവും അടുത്തവർ ആരും ഉപേക്ഷിച്ചു പോവില്ല. ഉപേക്ഷിച്ചു പോയവർ ആരും നമ്മുടേതായിരുന്നില്ല.